ഞാൻ എന്നെ തന്നെ സിനിമയിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയോ, പെരിഫറി എഫിമറൽ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഓരത്ത് നിൽക്കുന്ന ഈ മഷിച്ചെടി പോലത്തെ ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ സിനിമയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. ചേച്ചി തന്നെ പറഞ്ഞ പോലെ ഇവരൊക്കെ ആരുമല്ല. ഞാനൊരു സിനിമയിൽ ഒരു മെയിൻ ലീഡ് ചെയ്യുന്ന മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. എന്നെ ഇത്രയും വലിയ ആളെന്ന് നോക്കരുത്. എനിക്ക് ഗൂഢാലോചന ചെയ്ത് അമ്മ സംഘടനയിൽ നിന്ന് ഒരു പ്രസിഡൻറ്റിനെ പൊളിക്കാനുള്ള കഴിവോ അതൊന്നും എനിക്കില്ല. ചേച്ചി പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേച്ചിയെ വിളിച്ച് പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന ആളാണ്. അതിൻ്റെ തലേന്നും ഒക്കെ ഫോണിൽ വിളിച്ച് ഓരോ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ചേച്ചിയെ വിളിക്കാനായിട്ട് ഞാൻ വിളിച്ചു. ചേച്ചി മുഴുവൻ പോലും കേട്ടില്ല. ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞവരുടെ പേര് ഇങ്ങനെ ഇവരൊക്കെ ഉണ്ട് എൻ്റെ. പിന്നെ മുഴുവൻ പറഞ്ഞില്ല. പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, ഇനി ഒരു കാര്യം എന്നോട് സംസാരിക്കരുത്, ജനറൽ ബോഡിയിൽ നമ്മൾ ഈ വിഷയം സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവരെ വിളിച്ച് ചോദിക്കാനോ അവരെ വിളിക്കാനോ ഒന്നും ചേച്ചി പറഞ്ഞില്ല. ചേച്ചി പറഞ്ഞത് ഇനി ജനറൽ ബോഡി സംസാരിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ആ വിഷയം, ചേച്ചിക്ക് ഇതാണ് അഭിപ്രായം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതിന് മുന്നോട്ട് പോയിട്ടുമില്ല ആ വിഷയത്തിൽ. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. മോഹമല്ലികയെന്ന് ഞാൻ വിളിക്കുകയുള്ളായിരുന്നു. അത്രയും സ്നേഹമുള്ള. അപ്പോൾ ഞാൻ എന്തെങ്കിലും സിനിമയിൽ എനിക്ക് പ്രശ്നമുള്ളപ്പോൾ വിഷമം വരുമ്പോഴൊക്കെ ഞാൻ ഓടിപ്പോയി ചേച്ചി എനിക്കിങ്ങനെ ഒരു സങ്കടം ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ്. മല്ലിക ചേച്ചിയെ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ തിരിച്ച് വർത്തമാനം പറയില്ല. ചേച്ചി എന്നെ എന്ത് പറഞ്ഞാലും തല കുനിച്ചത് ഞാൻ കേൾക്കുകയുള്ളൂ. അത്രയും എനിക്ക് ബഹുമാനവും സ്നേഹമാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവാം, ഞാൻ പറഞ്ഞതിൽ വാക്കുകൾ കൂടിപ്പോയി കാണാം. അതാണ് മല്ലിക ചേച്ചിയിൽ ഞാൻ സ്വീകരിക്കുന്നത്. തെറ്റിദ്ധാരണ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വിളിച്ചതാണ്, ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനൊരു വിഷയമുണ്ടായതാണ്. പക്ഷെ ആ വിഷയത്തിലേക്ക് അന്ന് രാവിലെ പറഞ്ഞില്ലേ ഒപ്പ് ശേഖരണം നടന്നു എന്നൊക്കെ, അത് തന്നെയാണ്. അപ്പോൾ അതന്ന് വായിക്കാനിരുന്നതും ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. പകുതി കേട്ടുള്ളൂ. ചേച്ചി 2 വാക്കായപ്പോഴേ ചേച്ചി പറഞ്ഞു, ഇത് ഈ അമ്മ സംഘടനയെക്കുറിച്ച് ഇനി ഒരു വിഷയം എന്നോട് സംസാരിക്കട്ടെ, ഞാൻ ജനറൽ ബോഡിയിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനും ഇത് ഇടപെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഞാനും ഇടപെട്ടില്ല. അതാണ് സത്യം. ചേച്ചിക്ക് എന്നോട് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയും എന്താ പാർവതി എന്ന് പറയാമെന്ന്. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ അൻസിബയുടെ ഒപ്പമായിരുന്നു. ഞാൻ ആദ്യം തൊട്ടേ ഒരു നിലപാടെടുത്തിരുന്നു. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. ആ കുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ചേച്ചി ഇന്നലെ കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ. ചേച്ചി ഒരു വാക്ക് പോലും ശ്വേത ഇറങ്ങി പോകേണ്ടതില്ലെന്നോ അല്ലെ, ചേച്ചി എണീറ്റെന്ന് എന്താ പറഞ്ഞത്? ചേച്ചി പറഞ്ഞത് ഉണ്ണി മുകുന്ദൻ്റെ കാര്യമൊന്നും പറയണ്ട, ശ്വേത കണക്ക് കാണിക്കണം, ഞാനും കണ്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്. നോക്കൂ, ഞാൻ ശ്വേതയ്ക്ക് ഇവരെ എല്ലാ ഇലക്ഷനും വന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ചാനലിൽ തന്നെ ഈ മാർട്ടിൻ മെട്രാഞ്ചേരി വിഷയത്തിലൊക്കെ വന്ന് ഞാൻ ശ്വേതയ്ക്കും കുക്കുവിനും സംസാരിച്ചപ്പോൾ അന്നും എന്നെ ഗൂഢാലോചന നടത്തിയ ആളായിട്ട് വന്ന് പറഞ്ഞു. ചാനൽ ഓടി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ടെന്നുള്ള ഒരു കുറ്റം ഞാൻ ചെയ്യാറുണ്ട്. അത് സിനിമയിലെ വലിയ ആളായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറയാനുള്ളത് മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളാണ്. അതിന് ബോധമില്ലാതെയും പറയും, അതിൻ്റെ കോൺസിക്വൻസസ് നോക്കാതെയും പറയുന്ന എന്നെക്കുറിച്ചൊരു അപഖ്യാതിയുള്ളതുകൊണ്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത്. അത് സത്യവുമാണ്. അതിൻ്റെ പേരിൽ എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല. ഞാൻ പ്ലോട്ട് ചെയ്യുന്ന ആളല്ല. എനിക്കിതിനകത്തൊരു നേട്ടവും വേണ്ട. ചേച്ചി പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയില്ല. എനിക്ക് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ചേച്ചിയോട് പറയും, എൻ്റെ അമ്മയ്ക്ക് സ്നേഹമുള്ളവരൊക്കെ എനിക്ക് അത്രയും തന്നെ ബഹുമാനമാണ്. ഞാൻ ചേച്ചി പറയുന്ന എന്ത് കാര്യമുണ്ട്, ഒരു അടി തന്നാൽ ഞാൻ കൊള്ളും, ചീത്ത പറഞ്ഞാൽ ഞാൻ കേൾക്കും. അത്രയേ ഉള്ളൂ. അതെ, എനിക്ക് കറക്റ്റ്. ഞാനിപ്പോ മുഴുവൻ കേട്ടു. മാല പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ തമ്മിൽ ഇതിന് ഉപരിയായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എപ്പോഴും വിളിക്കും. പക്ഷെ മാല ഇന്നലെ ശ്രദ്ധിക്കാത്തൊരു കാര്യം അവിടെ, ഞാൻ 3 പ്രാവശ്യം മയക്കി ചോദിച്ചു. സൈഡിൽ നിന്നിരുന്ന പിള്ളേരെ അറിയാമെങ്കിൽ ചോദിച്ചു നോക്കുക അവരെന്താ പറഞ്ഞത്. മറ്റേ എനിക്ക് ആ കുട്ടിയുടെ പേര് സന്തോഷ്, ഒരു കണ്ണാടി വെച്ച ഒരാളുണ്ടായിരുന്നല്ലോ അവിടെ. പുള്ളി പറഞ്ഞില്ല ഇപ്പം മയക്ക് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്താ കാര്യം? അല്ല അതിപ്പോ അത് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക്. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ എഴുന്നേറ്റ് എന്ന് പറയുന്നതാണ്. ആ കണക്ക് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കണക്കിന്റെ കാര്യം പറയൂ. അതെന്താ സംഭവിച്ചത്? ഇയാൾ മുങ്ങി നടക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതേ ഉണ്ണി ശിവാര് 2 പ്രാവശ്യം എന്നെ വിളിക്കുന്നത്. ഞാൻ താൻ എങ്ങാണ്ട് മുങ്ങിയിരിക്കുകയാണെന്നൊക്കെ കേട്ടു. അയ്യോ ചുമ്മാ അമ്മ, ഞാൻ ജനറൽ ബോഡി ഇടന്ന് വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഈ ചാനലിലും പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ മാല പറഞ്ഞ പോലെ ഞാനും ഉണ്ടാക്കിയ കഥകൾ പറയുന്ന ഒരാളല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മാല പാർവതി ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ കാര്യം, എനിക്കറിയാം പിന്നീട് മാല പാർവതിയുടെ നിലയിൽ വരുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, മാല മാറി നിന്നോ. ഈ 2 വ്യക്തികൾക്കും എന്നെ നല്ല പരിചയമുണ്ട്. അവരെന്നോട് ചോദിക്കട്ടെ. മല്ലിക ചേച്ചി എന്ന് പറഞ്ഞാൽ 71 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. 54 വർഷമായി മലയാള സിനിമയില്. അന്ന് ഇവരൊന്നും ജനിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇതുമാതിരി കുക്കു പരമേശ്വരൻ എന്നെ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ചാനലടക്കം താഴെ എഴുതി കാണിച്ചപ്പോൾ ആരെങ്കിലും ചോദിച്ചു എന്തിനാണ് ചേച്ചിയെ പോലെ ഒരു 10-70 വയസ്സായ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ നീ പറയുന്നത്? നമ്മുടെ കമ്മിറ്റി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, മോശമല്ലേ അത് എന്ന് പറഞ്ഞു. ഞാനെന്താ ആ നിമിഷം വരെ ഈ ഓഫീസ് കെട്ടിടം ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ പോയിട്ടില്ല. ഒരാളിനോട് ഞാൻ ഒരു മെമ്പറെ വിളിച്ചൊന്നും സംസാരിക്കാത്ത ആളാണ്. എനിക്കറിയാം അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത്. പിന്നെ ഇത് പറഞ്ഞു ഉണ്ടാക്കി അങ്ങനെ കാണിച്ച് നമ്മളെ കണ്ടുകൂടാത്തതിന്റെ കാരണങ്ങൾ വേറെ പലതും ഉണ്ട്. അത് പിന്നെ പോട്ടെ, അതവിടെ കിടന്നോട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറെ നാളുകളായിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ഇന്നലെ എനിക്ക് വാസ്തവത്തിൽ പ്രയാസം തോന്നി. ഞാനിപ്പോ മല പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊക്കെ അൻസിബയ്ക്ക് എതിരാന്ന്. ഒരിക്കലും അല്ല. അൻസിബ പറയട്ടെ മല്ലികാന്റി എനിക്ക് എപ്പോഴും ദ്രോഹിച്ചിട്ടുള്ളന്ന് അല്ല. അതല്ല മാല പറയും അറിയാൻ വയ്യ. ഞാനൊരു മെയ് 1-ാം തീയതി 2-ാം തീയതി വരെ ഞാൻ തന്നെ ഈ അൻസിബയും ഞാനിവിടെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ചർച്ചയിൽ ഇതേ ഫ്ലോറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് അൻസിബയ്ക്ക് വേണ്ടി വാദിക്കുന്ന മല്ലിക സുകുമാരനെയാണ് നമ്മൾ കണ്ടത്. ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് മിടുക്കിയായിട്ട് നിൽക്കണം, എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് ഒരു കാൻഡിഡേറ്റ് ആണ്. ഇത് ആരെ കണ്ടിട്ടാണ് മോളെ നീ ഇങ്ങനെ കിടന്ന് പറിക്കുന്നത്, ഒരു ജോലി വെക്കാൻ പറ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അൻസിബയ്ക്കെതിരില്ല. പക്ഷേ അൻസിബയെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് ഇന്നലെ അവിടെ ശ്വേത കുറിച്ച് ഒരു തർക്കവും ഇല്ല. ഞാൻ മല്ലിക ചേച്ചി അൻസിബയെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു, സൂക്ഷിച്ചോ മാല, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് മാല ഇടപെടരുത്, കാരണം നാളെ വരാൻ പോകുന്നത് മാലാ പാർവതി എന്നും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്താളാം. പറയട്ടെ അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചേച്ചി അവരൊന്നും പറഞ്ഞില്ല. ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല. ചേച്ചി എന്നോട് പറഞ്ഞത് ചേച്ചി എന്നോട് അവരെ വിളിക്കാനൊന്നും പറഞ്ഞു. ചേച്ചി ആകെ പറഞ്ഞത് ചേച്ചി എന്താ പറഞ്ഞെന്നറിയോ? അല്ല അങ്ങനെ പറയരുത്. മാല അമ്മയ്ക്ക് വേണ്ടി മാലാ പാർവതി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞോ ഇല്ലേ? അത് പറയണം. അമ്മയ്ക്ക് വേണ്ടി ചോദിക്കരുതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കുന്നത് ചോദിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ അത് മനസ്സിലായി. എനിക്ക് അവരോട് ചോദിക്കാൻ പറയണമെന്ന് പറയാനൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഞാനിത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ നിർത്തി. കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവിടെ കണ്ടത് മാലാപാർവതിയുടെ കാര്യമോ അൻസിബയുടെ കാര്യമോ അല്ലെ അവർക്കെതിരാന്നൊന്നും അല്ല. അവരെ കരുവാക്കിക്കൊണ്ട് ഈ 7 മണിക്കൂർ നിന്ന് സംസാരിച്ച ശ്വേതയുടെ നേരെ മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് ഏതോ കാലത്തെ കണക്ക് ഉണ്ണിമൂന്തൻ രാജിവെച്ചു. ഇതൊക്കെ ആർക്കറിയണം? ഇന്നലെ അതിനാണോ പോയത്? 5 മണിക്കൂർ കാറിലിരുന്ന് നമ്മളൊക്കെ എറണാകുളത്ത് വെച്ച് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത്. എങ്ങനെയാണ് അവിടുത്തെ സെക്രട്ടറി എന്തോ ക്ലർക്കോ ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടത് എന്താണ്? അതിനെതിരെ നിങ്ങൾ സെക്യൂരിറ്റിയെ ശിക്ഷിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അവരെന്താ ചെയ്തത്, തെറ്റ് ചെയ്തത്? പിന്നെ എന്തിനാ അവൻ പോലീസ് റിപ്പോർട്ടിൽ മൊഴി കൊടുത്തു? ഇതിന്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. പിന്നെ കണക്ക് വേണം, റിപ്പോർട്ട് വേണം. അവിടേക്ക് മല്ലിക സുകുമാരൻ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ബൈലോ മുന്നിലുണ്ട്. അപ്പോൾ അത് വെച്ച് ഒരു യോഗമൊക്കെ അടിയന്തരമായിട്ട് വിളിക്കാമായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റിന് അവിടെ നിസ്സഹായ അവസ്ഥയിലേക്ക് പ്രസിഡന്റ് പോയതിന്റെ പ്രശ്നം കൂടിയില്ലേ? അല്ല, മാലയുടെ പറയുന്നതിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു ശ്വേത കാണിക്കുന്നത് തെറ്റാണ് എല്ലാ ആക്ഷൻസിനും. അപ്പൊ പറഞ്ഞു അത് എന്താണ് ആരോ ഒന്ന് പറഞ്ഞല്ലേ സെക്രട്ടറിക്കാണ് അധികാരം പറഞ്ഞു. അതൊക്കെ തെറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് ശ്വേത യു ഷുഡ് ബി സ്ട്രിക്റ്റ്. ഇതാര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എങ്ങോട്ട് പോയി അപ്പൊ ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ അൻസിബയെക്കാട്ടിൽ തെറ്റുകാരെന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്തവർക്ക് തെറ്റില്ല ഈ പങ്കില്? അല്ല അവരും തെറ്റുകാരല്ലേ ഈ കാണിക്കാത്ത? ഫലത്തിൽ മല്ലിക ചേച്ചി ഫലത്തിൽ എന്താണ് ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സംഘടനയെ അടിമുടി വികൃതമാക്കിയില്ലേ ജനങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ? സത്യം, അത് സത്യം. കാരണം ഇവർ തമ്മിലുള്ള ഈ മത്സരവും ഈ ശബ്ദലേഖനങ്ങൾ അയക്കലും അതിനെ തുടർന്നുള്ള കമന്റുകളും ബാക്കിയുള്ളവരെ ഇല്ല തെറ്റ് ചെയ്യാത്തവരെയും കൂടെ ചേർത്ത് കഥകൾ പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ മഹാമോശമാണ്. എനിക്ക് വന്ന് കിടക്കുന്ന മെസ്സേജുകൾ കണ്ടിട്ട് എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ഇനി ഇപ്പൊ ഈ പ്രായത്തിൽ ഇനി ആ സംഘടനയെ തീരുമാനം ഒന്ന് പിൻവലിച്ചൂടെ? കാരണം ഞാൻ പിൻവലിച്ചിട്ട് ഈ 71 വയസ്സായ അമ്മച്ചി പിൻവലിച്ചിട്ടോ? മധുസാറിനെ പോലെയുള്ള ഏറ്റവും നമ്മള് തലമുതിർന്ന മലയാളത്തിലെ സിനിമ അദ്ദേഹമൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹമൊക്കെ ഉള്ള സ്ഥാനത്ത് ചേച്ചി ഒരു തീരുമാനം എന്തായാലും ഈ തലമുറയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട വ്യക്തിയാണ്. സീനിയേഴ്സിനെ കാണുന്നതെന്നും അവരെ ബഹുമാനിക്കുന്നതെന്നും കൂടുള്ളവരെ ഞങ്ങളൊക്കെ ചേർത്ത് നിർത്തുന്ന എങ്ങനെയാണെന്നൊക്കെ മധുസാർ പറയട്ടെ. മല്ലിക എങ്ങനെയാണെന്ന് ഞാനെന്തും ഇങ്ങനത്തെ വൃത്തികളൊന്നും നമ്മളാരും പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്, ഒത്തിരി കഥകളുണ്ട്. അത് മാലയ്ക്ക് കുറച്ച് ഒരു പരിധി വരെ അറിയാം.
ചലച്ചിത്ര അക്കാദമിയിലെ 2024 നടന്ന കുക്കും സുരേഷന്റെ സംഭവം പോലെ അറിയാം. ഞങ്ങൾ ആരും അത് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയാം, പക്ഷേ ഇനി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം അങ്ങനെ പറയേണ്ടി വന്നാൽ ഞങ്ങൾക്കൊക്കെ പറയാൻ കഥകളില്ല. അത് അമ്മ മീറ്റിങ്ങിലാണോ പറയേണ്ടത്?